Today going to talk about steps involved in inventory control. ഇൻവെൻട്രി മാനേജ്മെൻറ്റിലെ സ്റ്റെപ്സ് ഇൻവോൾവ്ഡ് ഇൻ ഇൻവെൻട്രി കൺട്രോൾ എന്ന ടോപ്പിക്കിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എന്തൊക്കെ സ്റ്റെപ്സാണ് ഇൻവെൻട്രി കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്നത്? അപ്പോൾ അത് എങ്ങനെയാണ്, ഇതിലൂടെയാണ് നമ്മുടെ ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യണം, അപ്പോൾ അതിൻ്റെ സ്റ്റെപ്പുകളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ, ഡിസൈഡിങ് ഓൺ മിനിമം ലെവൽ ഓഫ് ഇൻവെൻട്രീസ്. ഫസ്റ്റ് മിനിമം ലെവൽ ഓഫ് ഇൻവെൻട്രീസ് എത്രയാണ് വേണ്ടത് എന്നുള്ളത് ഡിസൈഡ് ചെയ്യുക. On a production department is incomplete if they does not have a good relationship with the sales and marketing department. പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇൻകംപ്ലീറ്റ് ആവുന്നു, സെയിൽസും മാർക്കറ്റിങ്ങുമായിട്ട് റിലേഷൻഷിപ്പ് ഇല്ല എങ്കിൽ നമുക്ക് എത്രയാണ് സെയിൽ നടക്കുന്നത്, മാർക്കറ്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മാർക്കറ്റ് എങ്ങനെയാണ്, ഇപ്പോൾ സീസൺ ആണോ, അപ്പോൾ സെയിൽസ് എത്ര നടക്കും, അതിനെയൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. എത്ര ഡിമാൻഡ് വരും എന്നറിഞ്ഞിട്ട് വേണം നമുക്ക് പ്രൊഡക്ഷൻ നടത്താൻ. Thereby deciding on level of inventory, maximum minimum level limits of the inventory, it is important. അതായത് എത്ര വേണ്ടി വരും, ഇന്ന സമയത്താണെങ്കിൽ എത്ര വേണ്ടി വരും, അത് മാർക്കറ്റിംഗ് ഫീൽഡിൽ വരുന്നതാണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ ഓരോ സമയത്തും ഓരോ ദിവസവും നമുക്ക് നടക്കുന്ന സെയിൽസ് എത്രയാണ്, അപ്പോൾ അതൊക്കെ നമുക്ക് എത്ര വേണം എന്നുള്ളത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. മാനുഫാക്ചർ യു ഷുഡ് നോട്ട് ബി ലൈക്ക് റോ മെറ്റീരിയൽ ടു ഗോ ഒബ്സൊലേറ്റ് ഈവൻ ബിഫോർ ദ പ്രൊഡക്ഷൻ ഹാസ് ബിഗൺ. ഇനി റോ മെറ്റീരിയൽ വാങ്ങി വെച്ചിട്ട്, നമ്മൾ മുന്നേ പറഞ്ഞു റോ മെറ്റീരിയൽ മാത്രമായിട്ടല്ല നമ്മൾ വാങ്ങി വയ്ക്കുക, മെറ്റീരിയൽസ് ആണെങ്കിൽ റോ മെറ്റീരിയലായിട്ട് കീപ്പ് ചെയ്യും. അതുപോലെ തന്നെ സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, പകുതി പണി കഴിഞ്ഞിട്ട് നിർത്തും, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സായിട്ടും സ്റ്റോക്ക് ചെയ്യും. അപ്പോൾ ഇങ്ങനെ വയ്ക്കുമ്പോൾ ഓരോന്നിലും എത്ര വേണം, എപ്പോഴാണ് ഡിമാൻഡ് വരിക, അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് തീരുമാനിക്കുന്നത്, ആ തീരുമാനം അനുസരിച്ചാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുക. അപ്പോൾ അതിന് ഇൻവെൻട്രി കൺട്രോൾ ആവശ്യമാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ടു ഡിസൈഡ് ഓൺ ദ റീഓർഡർ ലെവൽ. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ദ ഡിമാൻഡ് ഫോർ എനിത്തിങ് ഈസ് അൺസർട്ടൺ ഇൻ ദിസ് വേൾഡ്, എസ്പെഷ്യലി വിത്ത് ദ കസ്റ്റമേഴ്സ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. അതായത് എത്ര ഡിമാൻഡ് വരുന്നത് നമുക്ക് കുറേ ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ ദെൻ എ പ്രൊഡക്റ്റ് മാനുഫാക്ചർഡ് ബൈ യു മേ സെല്ലിംഗ് ഹൈ, യു മസ്റ്റ് റെഡി ടു ഡിസൈഡ് ഹൗ മച്ച് എ പ്രൊഡ്യൂസ് അഡ്ഹിയറൻ ടു കസ്റ്റമേഴ്സ് നീഡ്. അതായത് കസ്റ്റമേഴ്സിൻ്റെ ആവശ്യം അനുസരിച്ച് എത്ര സ്റ്റോക്ക് ചെയ്ത് വെക്കണം എന്നുള്ളത് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ അനുസരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എത്ര കഴിയുമ്പോഴാണ് നമുക്ക് റീ ഓർഡർ ചെയ്യേണ്ടത്, അത് നമ്മൾ തീരുമാനിക്കുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റിൽ വരുന്നതാണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എത്ര കഴിയുമ്പോഴാണ്, മെറ്റീരിയൽ എത്ര സ്റ്റോക്ക് കഴിയുമ്പോഴാണ്, സെമി ഫിനിഷ്ഡ് ഗുഡ്സ്, പകുതി പണി കഴിഞ്ഞ് നിർത്തിയ സാധനങ്ങൾ, പിന്നെ ഫിനിഷ്ഡ് ഗുഡ്സ് ആയിട്ടുള്ളതൊക്കെ, അതൊക്കെ എത്ര എണ്ണം കഴിയുമ്പോഴാണ് നമുക്ക് വീണ്ടും ഓർഡർ ചെയ്യേണ്ടത്. അതായത് മെറ്റീരിയൽ വഴിയാണ് ഇത് നമ്മൾ പ്രോസസ്സ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കും. നെക്സ്റ്റ് സ്റ്റെപ്പാണ് ചൂസിങ് എ സൗണ്ട് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ്. നമുക്ക് പലതരത്തിലുള്ള ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏത് മെത്തേഡാണ് നല്ലത്, നമ്മുടെ സ്ഥാപനത്തിന് സൂട്ടബിൾ ആവുന്ന മെത്തേഡ് ഏതാണ്, അപ്പോൾ അത് നമ്മൾ തീരുമാനിക്കുന്നത് നെക്സ്റ്റ് സ്റ്റെപ്പിലാണ്. സ്റ്റെപ്പ് 3ലാണ് സെവറൽ ടൈപ്പ് ഓഫ് മെത്തേഡ്സ് അവൈലബിൾ ആണ് ആൻഡ് ചൂസ് ദ വൺ വിച്ച് ഈസ് ദ യുവർ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിന് ഏറ്റവും സ്യൂട്ടബിൾ ആവുന്ന, അതായത് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് ടെക്നിക് ഷുഡ് ബി അസിസ്റ്റ് ദ ബിസിനസ്. നമ്മുടെ ബിസിനസ്സിനെ അസിസ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ എത്ര വേണം, അത് ഏത് മെത്തേഡ് അനുസരിച്ചാണ് നമുക്ക് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ് അനുസരിച്ചാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. അപ്പോൾ എന്താണ് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, പല ടൈപ്പ് ഓഫ് ഇൻവെൻട്രി കൺട്രോൾ മെത്തേഡ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ABC അനാലിസിസ്. ABC അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഓൾവേസ് ബെറ്റർ കൺട്രോൾ, എപ്പോഴും നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. അതായത് ഇങ്ങനെ ABC ആയിട്ട് നമ്മൾ ഗുഡ്സിനെ തരംതിരിക്കും. അതിൽ A എന്ന് പറയുന്ന കാറ്റഗറി എന്താണ്, സ്റ്റോക്ക് റിക്വയർസ് കൺട്രോൾ ക്ലോസ്ലി. നമുക്ക് നല്ല കോസ്റ്റ്ലി ആയിരിക്കും, വിലപിടിപ്പുള്ള സാധനങ്ങളായിരിക്കും അതിൽ വരുന്നത്. പക്ഷേ എന്താണ്, ലിമിറ്റഡേ നമുക്ക് ആവശ്യമുള്ള, കുറച്ച് നമുക്ക് ആവശ്യം വരുള്ളൂ. അതാണ് A കാറ്റഗറി. B എന്ന് പറയുന്നത് കൺസിസ്റ്റ് ഓഫ് സ്റ്റോക്ക് ആർ മോഡറേറ്റ് വാല്യൂ ആൻഡ് ഡിസെൻറ്റ് സെയിൽ ഫ്രീക്വൻസി. ഇത് വാല്യൂ മറ്റേതിനേക്കാളും കുറവാണ്, പക്ഷേ ഇതെന്താണ്, കുറച്ചുകൂടി കൂടുതലായിട്ട് ആവശ്യം വരുന്ന സാധനങ്ങളാണ്. ഇൻ ഫ്രീക്വൻസി ഇൻ കാറ്റഗറി C you may introduce low value but high sales frequency requiring minimum inventory control. C കാറ്റഗറിയിൽ പെടുന്നത് വാല്യൂ കുറവായിരിക്കും, പക്ഷേ നമുക്ക് എപ്പോഴും ആവശ്യമുള്ള മെറ്റീരിയൽസ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ABC ആയിട്ട് നമ്മൾ തിരിക്കുന്നുണ്ട്. എപ്പോഴും വാല്യൂബിൾ ആയിട്ടുള്ള, അതായത് പുതിയൊരെണ്ണം വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും, അപ്പോൾ നമ്മൾ കൃത്യമായ എണ്ണമാണ് നമ്മൾ വാങ്ങുന്നുണ്ടായിരിക്കും. B കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഒരു മീഡിയം റേറ്റ് ആയിരിക്കും ഉണ്ടായിരിക്കാം, നമുക്ക് ആവശ്യം വരുന്നതും അത്യാവശ്യം എല്ലാറ്റിലും ആവശ്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ
എന്താണ് അതിന് അത്യാവശ്യം ഒരു മീഡിയം വിലയായിരിക്കും ഉണ്ടായിരിക്കുക. സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ വില നന്നായിട്ട് കുറവായിരിക്കും. ഇതുപോലെ എല്ലാറ്റിലും ആവശ്യമുള്ള മറ്റേതിനേക്കാൾ രണ്ടിനേക്കാളും കൂടുതൽ ആവശ്യമുള്ളത് സി കാറ്റഗറി ആയിരിക്കും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു സ്റ്റിച്ചിങ് യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. ആ സ്റ്റിച്ചിങ് യൂണിറ്റ് നമ്മൾ തുണികളൊക്കെ തയ്ച്ചു കൊടുക്കുന്ന യൂണിറ്റ് ആണെങ്കിൽ അവിടെ നമ്മൾ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അപ്പോൾ അവിടെ അത് എണ്ണം കുറവായിരിക്കും. 4 or 5 ഒക്കെയാണ് നമ്മൾ അങ്ങനെ കോസ്റ്റ്ലി ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ച് ചെയ്യുള്ളൂ. പിന്നെ വരുന്നത് ബി കാറ്റഗറി. അപ്പോൾ അതിൽ ഉപയോഗിക്കുന്ന ചില ഇന്നർ ക്ലോത്തുകൾ കാര്യങ്ങൾ അതൊക്കെയാണ് മിഡിൽ ലെവലിൽ വരുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്. അതായത് പുറത്ത് നമ്മൾ ഉപയോഗിക്കുന്ന നല്ല മെറ്റീരിയൽ, പിന്നെ അതിന് ഇന്നറായിട്ട് ഉപയോഗിക്കുന്ന കുറച്ചും കൂടി ക്വാളിറ്റി കുറഞ്ഞ മെറ്റീരിയൽസ്, സാറ്റിൻ ക്ലോത്തുകൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്, അതാണ് ബി കാറ്റഗറിയിൽ വരുന്നത്. സി എന്ന് പറയുന്നത് അപ്പോൾ അത് കുറച്ചും കൂടി റേറ്റ് ഉണ്ട്, എന്ന് വെച്ചാൽ നല്ല റേറ്റ് ഇല്ല. അതാണ് സി കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് കൂടുതൽ ക്വാണ്ടിറ്റി ആവശ്യമാണ്. ബട്ടൺസ്, ത്രെഡ് അങ്ങനെയുള്ള മെറ്റീരിയലൊക്കെ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ആവശ്യമുണ്ട്. ഏതിനും അത് ആവശ്യമാണ്, പക്ഷേ റേറ്റ് കുറവാണ്. നമ്മൾ സ്റ്റിച്ചിങ് യൂണിറ്റ് ആണെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് ഷർട്ടായാലും ബ്ലൗസ് ആയാലും ഫ്രോക്കുകളായാലും എന്തുതന്നെ ആയാലും നമുക്ക് ഈ ത്രെഡും ബട്ടൺസും ഹുക്സും ഒക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ഒരുമിച്ചാണ് ഓർഡർ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷേ എന്താണ് മറ്റുള്ള സാധനങ്ങൾ നല്ല മെറ്റീരിയൽ അതൊക്കെ കുറച്ചേ ഉണ്ടാവുള്ളൂ നമ്മുടെ കയ്യിൽ. അത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച്, അതായത് നല്ല റേറ്റ് കൂടുതലാണ്, അപ്പോൾ അത് ആവശ്യത്തിനനുസരിച്ച്, അതാണ് എ കാറ്റഗറി. ബി എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇന്നർ ക്ലോത്ത്സ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെയാണ് ഒരു മീഡിയം ലെവലിൽ വരുന്ന സാധനങ്ങളാണ് ബി കാറ്റഗറി. സി എന്ന് പറയുന്നത് അതിന് സപ്ലിമെൻ്റ് ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. അത് ബട്ടൺസ്, ഹുക്ക് അങ്ങനത്തെ സാധനങ്ങൾ, സിബ്. അപ്പോൾ അതൊക്കെ എന്താണ് ലോ ക്വാളിറ്റിയാണ്, പക്ഷെ എല്ലാറ്റിനും ഇത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതാണ് ABC അനാലിസിസ്. അത് അനലൈസ് ചെയ്തിട്ട് നമ്മൾ ഓർഡർ കൊടുക്കുകയൊക്കെ ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് JIT അല്ലെങ്കിൽ ജസ്റ്റ് ഇൻ ടൈം. A company maintains inventory level that is required during the production. Under this method, you will not be having any excess inventory beyond the production requirements, and it helps in you get rid of the cost involved in storing excess stock. അതായത് ഇവിടെ ജസ്റ്റ് ഇൻ ടൈം എന്ന് പറയുന്നത് ആവശ്യമുള്ള സമയത്ത് മാത്രം നമ്മൾ ഓർഡർ കൊടുക്കുക, അല്ലാതെ നമ്മൾ ഓർഡർ കൊടുക്കണില്ല. ആവശ്യമാണെങ്കിൽ അപ്പം തന്നെ ഓർഡർ കൊടുക്കുക, സാധനം വാങ്ങുക, അങ്ങനെ ചെയ്യുന്ന മെത്തേഡാണ്. ചില ഫുഡ് പ്രൊഡക്റ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്കത് ഫോളോ ചെയ്യാൻ പറ്റുന്നതാണ് ഈ ജിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്നത് EOQ അല്ലെങ്കിൽ ഇക്കണോമിക് ഓർഡർ ക്വാണ്ടിറ്റി. ഇൻ ദിസ് മെത്തേഡ് കമ്പനി വിൽ ഗെറ്റ് ടു നോ ഹൗ മച്ച് ക്വാണ്ടിറ്റി ഓഫ് ഇൻവെൻട്രി ഷുഡ് ബി എ കമ്പനി ഓർഡർ അറ്റ് എനി പോയിൻ്റ് ഓഫ് ടൈം. അതായത് എന്താണ് നമുക്ക് എത്രമാത്രം, അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്, നമുക്ക് കൂടുതലായിട്ട് ഓർഡർ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൊണ്ടുവരാനുള്ള റേറ്റ് കുറയും, അതേപോലെ തന്നെ സൂക്ഷിക്കാനുള്ള റേറ്റൊക്കെ കുറയും. ഒരു ആവറേജ് വെച്ചിട്ടാണ് നമ്മൾ ഓർഡർ ചെയ്യുക. നമ്മൾ ബൾക്കായിട്ട് ഓർഡർ ചെയ്യുമ്പോൾ നമുക്ക് ഒരു വണ്ടിയിൽ തന്നെ കുറേ സാധനങ്ങൾ ഒറ്റയടിക്ക് കൊണ്ടുപോകും. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ലോങ് എന്നൊക്കെയാണ് നമ്മൾ കൊണ്ടുവരണമെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറയും. അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യുന്നതാണ് EOQ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഫാസ്റ്റ്, സ്ലോ ആൻഡ് നോൺ മൂവിങ് FSN. Here the inventories are classified based on the movement. All inventories are categorized as the fast moving, slow moving and non moving. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുന്നത് ഫാസ്റ്റ് മൂവിങ്, സ്ലോ മൂവിങ്, നോൺ മൂവിങ് അങ്ങനെ 3 കാറ്റഗറി എടുത്തിരിക്കും. ഫാസ്റ്റ് മൂവിങ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആവശ്യമുള്ള സാധനങ്ങൾ, അത് നമ്മൾ കൂടുതൽ വാങ്ങി വയ്ക്കും. പിന്നെ എന്താണ് സ്ലോ മൂവിങ്, അത്ര അധികം ആവശ്യമില്ല, എന്നാൽ വെച്ചാൽ അത്യാവശ്യം മൂവ് ചെയ്യുന്ന സാധനങ്ങളാണ്, അതാണ് സ്ലോ മൂവിങ്. ആ ഷോപ്പുകളിലൊക്കെ ചെയ്യുന്ന മെത്തേഡാണിത്. പിന്നെ വരുന്നത് നോൺ മൂവിങ്, വല്ലപ്പോഴും ഒരിക്കൽ 2-3 കൊല്ലം കൂടുമ്പോഴാണ് ആ സാധനത്തിൻ്റെ ഒരു ആവശ്യം വരിക. അപ്പോൾ അങ്ങനത്തെ, പക്ഷേ എന്നാലും ചോദിക്കുന്ന സമയത്ത് അതവിടെ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അത് ഭയങ്കര ഒരു മോശമാണ്. അത്ര വില കൂടിയ സാധനം തന്നെ എന്നാലും ആവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണ് FSN എന്ന് പറയുന്നത്, ഫാസ്റ്റ് മൂവിങ് സർവീസ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് എന്ത് വരുന്നത്, കൺട്രോളിങ് ടെക്നിക്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് വരുന്നത് കൺട്രോളിങ് ടെക്നിക്സ്? ABC, അതേപോലെ തന്നെ ജസ്റ്റ് ഇൻ ടൈം, EOQ, അതൊക്കെയാണ് മെയിനായിട്ടുള്ള FSN കൺട്രോളിങ് ടെക്നിക്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, താങ്ക് യു.